بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. ഇബാദത്ത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മുസ്ലിം നടത്തുന്ന പ്രതിജ്ഞ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ ഇസ്തിആനത്ത് നടത്തും. എന്താണ് ഇസ്തിആനത്ത്? ഔൻ എന്ന ധാതുവിൽ നിന്നാണ് ഇസ്തിആനത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്ന സഹായം എന്നാണ്. ഇയ്യാക നസ്തഈൻ, ഈ സഹായം നിന്നോട് മാത്രം ഞങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷിക്കുന്നത്? സാധാരണഗതിയിൽ മനുഷ്യർ തമ്മിൽ സഹായങ്ങൾ അർത്ഥിക്കാറുണ്ട്. ഇതേപോലെയുള്ള സഹായാർത്ഥനയാണോ? അതല്ല പടച്ചവനോടുള്ള സഹായാർത്ഥനയ്ക്ക് വല്ല സവിശേഷതയുമുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നടത്തിയ ചില ഉപദേശങ്ങൾ ജാമിഅ തിർമിദിയിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നത് ഒരുപാട് ഉപദേശങ്ങളുടെ അതിലൊന്ന്, നീ സഹായമർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക എന്ന്. അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന സഹായാർത്ഥന, അള്ളാഹു മാത്രം ചെയ്യുന്ന സഹായം എങ്ങനെയുള്ളതാണോ ആ കാര്യത്തിലുള്ള സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു ചെയ്യുന്ന സഹായം ഏത് രൂപത്തിലുള്ളതാണ്, ആ രൂപത്തിലുള്ള സഹായം അള്ളാഹുവിനോട് മാത്രമേ അർത്ഥിക്കാൻ പാടുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ തമ്മിൽ ഉള്ള സഹായങ്ങൾ, അതിന് അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളും, ആ ക്രമങ്ങളിൽ നമുക്ക് സഹായം ചോദിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. തആവനു അനിൽ ബിർരി വത്തഖ്വ, നിങ്ങൾ തഖ്വയിലും ബിർറിലും പരസ്പരം സഹായിക്കുക. തഖ്വയിലും ബിർറിലും പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ സഹായം പരസ്പരം ചെയ്യാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ആ സഹായം? അത് നമുക്കറിയാൻ കഴിയുന്ന മാർഗങ്ങളിലൂടെയുള്ള സഹായമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സഹായമാണ്. ഭൗതികമായ അർത്ഥത്തിലുള്ള സഹായമാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സഹായം അങ്ങനെയല്ല. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയിക്കൊണ്ട് ഒരു രോഗി സഹായം അർത്ഥിക്കുന്നു. അസുഖമുണ്ട്, ആ അസുഖത്തിന് ഡോക്ടറെ സഹായിക്കണം. ആ ഡോക്ടറോടുള്ള സഹായം അർത്ഥിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ ഈ രോഗത്തെ മനസ്സിലാക്കി രോഗം ഭിന്ന പ്രശ്നങ്ങളാൽ ഉണ്ടായതാണ് എന്നും അറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്കുള്ള ഭൗതികമായ അറിയപ്പെടുന്ന രൂപത്തിലുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശം ചിലപ്പോൾ രോഗാണുവിനെ നശിപ്പിക്കുവാനായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കും. എന്തായിരുന്നാലും അത് കേവലം കാര്യകാരണ ബന്ധങ്ങൾക്കകത്തുള്ള സഹായമാണ് ഡോക്ടർ ചെയ്യുന്നത്. ആൾ മരുന്ന് കൊടുക്കും, അസുഖം മാറും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അസുഖം മാറും. ഇത് അയാളുടെ കഴിവിനുള്ളിലുള്ള, അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനുഷ്യർക്ക് ആർക്കെങ്കിലുമെല്ലാം കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിലുള്ള സഹായം. ഇതാണ് ഡോക്ടറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹായാർത്ഥന അള്ളാഹുവിനു മാത്രമുള്ള എന്ന് പറഞ്ഞ ഇസ്തിആനത്തിൽ ഉൾപ്പെടില്ല. എന്നാൽ ഒരു ദിവ്യൻ്റെ അടുത്ത് പോയിക്കൊണ്ട് സഹായം അർത്ഥിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ, അസുഖം മാറണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആ ദിവ്യൻ
അസുഖം മാറണം, അസുഖമുണ്ട് എൻ്റെ കുട്ടിക്ക്, അത് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യൻ്റെ അടുത്തെത്തുന്ന ആൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് ദിവ്യൻ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുമെന്നല്ല. ആ രൂപത്തിലുള്ളൊരു സഹായമല്ല അയാൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ലോകത്തിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ ആ ദിവ്യൻ എന്നെ സഹായിക്കും, ഈ രോഗം മറ്റും. ഇത് അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന സഹായാർത്ഥനയാണ്, സഹായമാണ്. ആ സഹായമാണ് ഇയാൾ അർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മാർഗത്തിലുള്ള സഹായം നമുക്കെന്നല്ല, മനുഷ്യർക്കാർക്കും അവരുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അവരുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടോ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സഹായം, ഇതിന് അറബിയിൽ ഐബിയായ രൂപത്തിലുള്ള സഹായം എന്ന് പറയും. ഈ ഐബിയായ രൂപത്തിലുള്ള സഹായം അർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഇതാണ് ഇവിടെ അള്ളാഹുവിനോട് മാത്രം അർത്ഥിക്കേണ്ട സഹായം. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്ത് ഈ രൂപത്തിലുള്ള സഹായത്തിന് സത്യത്തിൽ ഇബാദത്താണ്. പക്ഷെ അത് വേറെ എടുത്ത് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. മാത്രവുമല്ല, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കണം, എല്ലാ രംഗത്തും നിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം. അതിന് നിന്നിൽ നിന്നാണ് എനിക്ക് സഹായം ഉണ്ടാകേണ്ടത്. നിനക്ക് മാത്രമേ അതിലെനിക്ക് സഹായിക്കാൻ കഴിയൂ, കാരണം ഞാൻ ദുർബലനാണ്. ഇവിടെ ഇബാദത്തും ഇസ്തിആനത്തും ഒരേ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരേ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇബാദത്ത് അള്ളാഹുവിന് നൽകേണ്ടതാണ്, അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ്. അള്ളാഹു അതിനുവേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, മറ്റെന്തെങ്കിലും സഹായങ്ങളല്ല, മറിച്ച് ഇബാദത്ത് മാത്രമാണ്. ആ അള്ളാഹു ആവശ്യപ്പെടുന്ന ഇബാദത്ത് അവന് മാത്രം നൽകുന്നു. ഇയ്യാക നഅ്ബുദു. പിന്നീടോ ഇസ്തിആനത്ത് മനുഷ്യന് ആവശ്യമുള്ളതാണ്, ഇങ്ങോട്ട് ആവശ്യമുള്ളതാണ്. പക്ഷെ ആ ചോദ്യം നിന്നോടാണ്. നീ എന്നെ സഹായിക്കണം, നീ എന്നെ സഹായിക്കണം, നിനക്കേ എന്നെ സഹായിക്കാൻ കഴിയും. ആ സഹായം അർത്ഥിക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യം മനുഷ്യൻ പറയും. ഈ സഹായം എന്തിനു വേണ്ടിയാണ്? എല്ലാറ്റിനും ഇബാദത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. സമൂഹം മുഴുവനും തെറ്റിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനാണ്. അവിടെ നിന്റെ സഹായം, സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ സഹായം, അതാണ് എനിക്കുണ്ടാകേണ്ടത്. അപ്പോൾ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. അക്കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എൻ്റെ ഹൃദയം എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ നീയല്ലാതെ മറ്റൊരാളും എന്നെ ഞാൻ അറിയാത്ത മാർഗത്തിൽ സഹായിക്കുന്നവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് എൻ്റെ കർമ്മങ്ങളിൽ ഒന്നും ഉണ്ടായിക്കൂടാ, ഒരു അനുസരണവും ഉണ്ടായിക്കൂടാ, ഒരു വർത്തമാനവും ഉണ്ടായിക്കൂടാ, ഒരു സ്നേഹവും ഉണ്ടായിക്കൂടാ, ഒരു ദേഷ്യവും ഉണ്ടായിക്കൂടാ. ഇവിടെ ഇസ്തിആനത്ത് നിന്നിൽ നിന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആത്യന്തികമായ അർത്ഥത്തിൽ. അത് കേവലമായ അർത്ഥത്തിലുള്ള ഇസ്തിആനത്ത്, പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഇസ്തിആനത്ത്. ഇവിടെ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് 3 തലങ്ങളിൽ വെച്ചുകൊണ്ട്. ഒന്ന്, എന്തിനാണ് നമ്മളെ സഹായിക്കേണ്ടത് അല്ലാഹു? നമ്മളവിടെ പറയുന്നില്ല അത്. അപ്പോൾ സാധാരണ സഹായം അർത്ഥിക്കുമ്പോൾ ആ സഹായം എന്തിലർത്ഥിക്കുന്നു എന്ന് കൃത്യമാണ്. ഇവിടെ എന്തിൽ എന്ന് പറയുന്നില്ല, കാരണം എല്ലാം അള്ളാഹുവിനറിയാം. എന്തിന് എന്നെ സഹായിക്കണം എന്ന് പടച്ചവന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ അവൻ്റെ വിനീതനായ അടിമയാണ്, അബ്ദാണ്. എൻ്റെ ഇബാദത്തുകൾ മുഴുവനും അവനാണ്. ആ ഇബാദത്തുകൾ ചെയ്യുവാൻ അവൻ്റെ സഹായമാണ് എനിക്ക് ആവശ്യം. അതല്ലാത്ത എല്ലാ രംഗങ്ങളിലും എന്തിനാണ് അവൻ സഹായിക്കേണ്ടത്, എന്തിനൊക്കെയാണോ അവൻ സഹായിക്കേണ്ടത്, അതിലെല്ലാം എന്നെ അവൻ സഹായിക്കണം. രണ്ടാമതായി ഇവിടെ പ്രത്യേകം എടുത്തു പറയാത്തത്, വലിയ പട്ടികയുണ്ടാകും, ഒരുപാട് കാര്യത്തിൽ എനിക്ക് സഹായം ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയില്ല. എന്നെ സഹായിക്കണേന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അള്ളാഹുവിനോട് പറയുന്ന കാര്യത്തിൽ, എൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. മൂന്നാമതായി, എനിക്കത് പറയാൻ പോലുമുള്ള സമയമില്ല. ആ രൂപത്തിൽ അത്യാവശ്യക്കാരനാണ് ഞാൻ. എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്ന സന്ദർഭത്തിൽ അത്രയും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ എന്തിനെ സഹായിക്കണം നമ്മൾ പറയില്ല.
ആ രൂപത്തിലുള്ള ഒരു അത്യാവശ്യമാകുമ്പോൾ കിണറ്റിൽ വീണു പോകുന്നു. ആ സമയത്ത് ഒരൊറ്റ ഓരിയിടുന്നു അവിടെ സഹായാർത്ഥനെ. അവിടെ എന്തിനാണെന്ന് വിളിച്ച് പറയില്ല. ഇതേപോലെ എനിക്ക് അത്യാവശ്യമാണ് നിന്റെ സഹായം, എന്തിനാണെന്ന് പറയേണ്ടതില്ലാത്ത വിധത്തിൽ അത്യാവശ്യമാണ്. ഇത് മൂന്നും ഇയ്യാക നസ്തഈൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലുമുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള സഹായം നിന്നിൽ നിന്നാണ്. ആത്യന്തികമായ അർത്ഥത്തിലുള്ള സഹായം നിന്നിൽ നിന്നാണ്. നിന്നോട് മാത്രമാണ് ഞാൻ സഹായം അർപ്പിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു ദാസന്റെ കയ്യിൽ നിന്ന് പിന്നീട് ഇബാദത്ത് അല്ലാഹുവിനോട് മാത്രമാകുന്നത് പോലെ തന്നെ ആത്യന്തികമായി ഇസ്തിആനത്തും അല്ലാഹുവിനോട്. അവിടെ അവനറിയാൻ പാടില്ലാത്ത രൂപത്തിൽ ആരെങ്കിലും തന്നെ സഹായിക്കുമെന്ന്, തനിക്കറിയാൻ പറ്റാത്ത രൂപത്തിൽ ആരെങ്കിലും തനിക്ക് ദോഷമുണ്ടാക്കുമെന്ന് ഒരാൾ കരുതുന്നൊരവസ്ഥയുണ്ടായിക്കൂടാ. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് അനല്ലാതെ ആ രൂപത്തിൽ തന്നെ സഹായിക്കുവാനോ തന്നെ ഉപദ്രവിക്കുവാനോ കഴിയില്ല എന്നുള്ള വിശ്വാസം ഇസ്ലാമിന്റെ അടിത്തറയിൽ. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോഴാണ് അള്ളാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിച്ചത്, ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅല. അഥവാ ഇത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള ബന്ധമാണ്. ഇത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള കാര്യമാണ്. അതുകൊണ്ട് അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഇനി അവനുണ്ട്. എന്ത് ചോദിച്ചാലും അതുണ്ട്. ഇസ്തിആനത്ത് എന്നോട് മാത്രമാണ് എന്നവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ മാത്രമാണ് അവനെ സഹായിക്കുവാൻ കഴിയുന്നവൻ. അതുകൊണ്ട് ഇനി അവൻ ചോദിച്ചത് നൽകാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് സർവശക്തൻ പറയും എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് സ്വന്തം ഹൃദയത്തിനകത്ത് നിന്ന് ഇങ്ങനെ ആന്തോളനമായി വരുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുക, നമുക്കറിയാൻ കഴിയുക. ഈ രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോഴാണ്. അങ്ങനെ പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.